പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 7-ാമത്തെ അധ്യായം, അതിൻ്റെ 48-ാമത്തെ വാക്യം മുതൽ താഴോട്ട് പ്രകാരം പറയുന്നു. കാറ്റ് പ്രതികൂലം ആകൊണ്ട് അവർ തണ്ട് വലിച്ച് വലയുന്നത് അവൻ കണ്ടു. ഏകദേശം രാത്രി 4-ാം യാമത്തിൽ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ ചെന്ന് അവരെ കടന്നു പോകാനായിട്ട് ഭാവിച്ചു. നല്ല വചനങ്ങൾക്കായിട്ട് ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. വീണ്ടും ഒരു പ്രഭാതം നമ്മുടെ ജീവിതത്തിലേക്ക് തന്നു, ഒരു ദിവസം നമുക്ക് തന്നു, ആയുസ്സ് ആരോഗ്യവും ബലവും തന്ന ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഇവിടെ 45-ാമത്തെ വാക്യത്തിൽ പറയുന്ന പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ തൻ്റെ ശിഷ്യന്മാരെ ഉടനെ പടകിൽ കയറി അക്കരെ ബെത്സയിലേക്ക് നേരെ മുന്നോട്ട് പോകാനായിട്ട് നിർബന്ധിച്ചു. അപ്പോൾ യേശു കർത്താവ് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും കാറ്റ് പ്രതികൂലമാകൊണ്ട് തണ്ട് വലിച്ചു വലയുന്നത് അവൻ കണ്ടു. ആമേൻ, ഹല്ലേലൂയ. അപ്പം യേശു കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ആൾക്കാർ, ആമേൻ, ഹല്ലേലൂയ, അവർക്ക് എന്ത് പ്രയാസം വന്നു കഴിഞ്ഞാലും കർത്താവിനറിയാം. അത് അവരെ ആ തണ്ട് വലിച്ച് പ്രയാസപ്പെടുന്ന കണ്ട ഉടനെ, അത് രാത്രിയുടെ 4-ാം യാമത്തിലായിരുന്നു, കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ ചെന്ന് അവരെ കടന്നു പോകാനായിട്ട് ഭാവിച്ചു. ആമേൻ, ഹല്ലേലൂയ. ഇവിടുന്ന് നമുക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള, നമുക്ക് വചനത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് അല്ലെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം, തന്നോട് കൂടെ നടക്കുന്നവരെ കർത്താവ് അനാഥരായിട്ട് വിടത്തില്ല. അല്ലെങ്കിൽ അവരേത് പ്രയാസത്തിലും പ്രശ്നത്തിലുമാണെങ്കിലും അപകടത്തിലാണെങ്കിൽ കർത്താവ് അവരെ രക്ഷിച്ച് വിടുവിക്കും. പക്ഷേ ദൈവത്തോട് കൂടെ നടക്കുന്നവരായിരിക്കണം. ദൈവത്തോട് കൂടെ ജീവിക്കുന്നവരായിരിക്കണം. ദൈവത്തിൻ്റെ പ്രസൻസ് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ദൈവമക്കളെ, ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ ശിഷ്യന്മാർ അവർ കടലിൻ്റെ നടുക്ക് വെച്ച് വലിയ കൊടുങ്കാറ്റടിച്ച് അവർ കാറ്റ് പ്രതികൂലമായപ്പോൾ കർത്താവ് അത് മനസ്സിലാക്കി. ആമേൻ, ഹല്ലേലൂയ. 4-ാം യാമത്തിലായിരുന്നു. അപ്പോൾ നമ്മുടെയും ജീവിതത്തിൽ ചില കാര്യങ്ങൾ 4-ാം യാമത്തിൽ വരെ അങ്ങ് ഏറ്റവും നമ്മളെ കൈ വിട്ടുപോയി, നമുക്കിനി ആരും ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. അസുഖത്തിൻ്റെ അങ്ങേയറ്റത്തെ 4-ാം സ്റ്റേജിലായിപ്പോയി. അതുപോലെ പല പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ലോകപ്രകാരം ഇനി ആർക്കും എന്നെ സഹായിക്കാൻ സാധിക്കത്തില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നതായിട്ടുള്ള നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇവിടെ കർത്താവ് ഇന്ന് രാവിലെ വചനത്തിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ റീഅഷ്വർ ചെയ്യാവുന്നു. ശിഷ്യന്മാർ, ദൈവത്തോട് കൂടെ നടന്ന ശിഷ്യന്മാരെ കർത്താവ് ഒരിക്കലും കൈവിടത്തില്ല. അവർ രാത്രിയിൽ 4-ാം യാമത്തിൽ അവർക്ക് ആ പ്രയാസം വന്നപ്പോൾ അവരുടെ അടുക്കിലേക്ക് കടലിന്മീതെ നടന്ന് ചെന്നു. നമ്മുടെ ജീവിതത്തിലും ആമേൻ, നമുക്ക് ഈ വചനം ഇന്ന് പകൽക്കാലം നമുക്ക് ഏറ്റെടുക്കാം. നമ്മുടെ കൂടെ നടക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു കർത്താവുണ്ട്. നമ്മളെ ഒരിക്കലും കൈവിടാത്ത ഒരു ദൈവമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഏതൊരവസ്ഥയിലാണെങ്കിലും അവൻ നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് ജീവിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.